ഇന്ത്യയുടെ എഥനോൾ വിപ്ലവം ഇന്നൊരു ആഗോള സംസാര വിഷയമായി മാറിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ഈ നയങ്ങളെ പരിഹസിച്ചവരുടെയും ഇത് നടക്കില്ല എന്ന് വിധി എഴുതിയവരുടെയും വായടപ്പിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എഥനോൾ കേവലം ഒരു ഇന്ധനം മാത്രമല്ല, ഗൾഫ് എണ്ണ രാജ്യങ്ങളുടെ കുത്തക തകർത്ത് ഭാരതത്തെ സമ്പൂർണ്ണ ഊർജ്ജ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുന്ന ഒരു വലിയ വജ്രായുധം കൂടിയാണ്. വിദേശ മാധ്യമങ്ങളും രാജ്യത്തെ വിമർശകരും പരാജയപ്പെടുമെന്ന് പ്രവചിച്ച ഈ പദ്ധതിയിലൂടെ ഈ മേഖലയിലെ ഒരു ഗ്ലോബൽ സൂപ്പർ പവറായി മാറാൻ ഒരുങ്ങുകയാണ് ഭാരതം. ഇവിടെ ചിലർക്കെങ്കിലും എഥനോളിനെ കുറിച്ച് വലിയൊരു അബദ്ധധാരണയുണ്ട്. എഥനോൾ എന്ന് വെച്ചാൽ വെറും കരിമ്പിൻ ജ്യൂസ് ആണെന്നും അത് വണ്ടിയിൽ ഒഴിച്ചാൽ എഞ്ചിൻ പണിമുടക്കും എന്നൊക്കെയുള്ള വിവരദോഷപരമായിട്ടുള്ള വിമർശനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും കേന്ദ്രവിരുദ്ധ മേഖലകളിൽ നിന്നുമൊക്കെ. ഇത്തരം ആളുകളുടെ അറിവിലേക്കായി പറയട്ടെ, ഇന്ത്യ ഇന്ന് 2G എഥനോൾ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത്. ഡൽഹി പോലെ മലിനീകരണം കൊണ്ട് പൊറുതിമുട്ടുന്ന മെട്രോ നഗരങ്ങളിലെ വായു മലിനീകരണം കുറയ്ക്കാനും ആഗോളതാപനം ചെറുക്കാനും ഇത് വലിയൊരു പരിഹാരമാണ്. ഇനി ഇന്ധനം അഥവാ ഫ്ലക്സ് ഫ്യൂവൽ ഉപയോഗിക്കാൻ പുതിയ വണ്ടി വാങ്ങണോ എന്ന് വിലപിക്കുന്നവർക്കായി കേന്ദ്ര സർക്കാരും ഡൽഹിയിലെ IITയും ചേർന്ന് ഒരു വലിയ പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. പഴയ BS4, BS6 വാഹനങ്ങളെ പോലും E100ൽ ഓടിക്കാൻ കഴിയുന്ന വെറും 15,000 രൂപയുടെ കൺവെർട്ടർ കിറ്റുകൾ അവർ വിപണിയിൽ എത്തിക്കുന്നുണ്ട്. ഇതിനു പുറമെ 100% എഥനോളിൽ ഓടിക്കാൻ കഴിയുന്ന ഫ്ലക്സ് ഫ്യൂവൽ വാഹനങ്ങൾ നിർമ്മിക്കാൻ ആഗോള കമ്പനികളും ഇന്ന് നിർബന്ധിതരായിരിക്കുകയാണ്. കാരണം ഇന്ത്യ വാഹനങ്ങളുടെ ഒരു വമ്പൻ മാർക്കറ്റ് കൂടിയാണല്ലോ. ഈ എഥനോൾ വിപ്ലവം അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില നിയന്ത്രിക്കുന്ന ഗൾഫ് എണ്ണ ലോബിയുടെ നെഞ്ചത്തേറ്റ അതിശക്തമായിട്ടുള്ള ഒരു പ്രഹരം കൂടിയാണ്. ഇന്ധന ആവശ്യത്തിന്റെ 85% ഇറക്കുമതിയെ ആശ്രയിക്കുന്ന ഇന്ത്യ ഇതിനോടകം തന്നെ വിജയകരമായി E20 ലക്ഷ്യം നേടിക്കഴിഞ്ഞു. E30യിലേക്ക് നീങ്ങാൻ E22 മുതൽ E30 വരെയുള്ള എഥനോൾ ഗ്രേഡുകളുടെ എക്സൈസ് ഡ്യൂട്ടി സർക്കാർ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുമുണ്ട്. ഡൽഹിയിൽ ഇപ്പോൾ തന്നെ E85 ലഭ്യമാണ്. പെട്രോളിൽ എഥനോൾ കലർത്തുന്നതോടെ ഇന്ത്യയുടെ ഇറക്കുമതി ചെലവ് കുത്തനെ കുറയും. കോടിക്കണക്കിന് ഡോളറിന്റെ വിദേശ നാണയം രാജ്യത്ത് തന്നെ തുടരുന്നതോടെ ഡോളറിനെതിരെയുള്ള ഇന്ത്യൻ രൂപയുടെ മൂല്യം ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ശക്തിപ്പെടും. സ്വന്തമായി എണ്ണപ്പാടങ്ങൾ ഇല്ലാത്തതിന്റെ പേരിൽ ഭാരതത്തിനോട് വിലപേശിയവർക്കുള്ള ചുട്ട മറുപടി കൂടിയാണിത്. വിദേശ രാജ്യങ്ങളിലെ എണ്ണപ്രഭുക്കൾക്ക് നൽകിയിരുന്ന കോടിക്കണക്കിന് രൂപ ഇനി നേരിട്ടെത്തുന്നത് ഇന്ത്യയിലെ കർഷകരുടെ കൈകളിലേക്കാണ്. രാജ്യത്തുടനീളം പുതിയ ഡിസ്റ്റിലറികളും ബയോ റിഫൈനറികളും സ്ഥാപിക്കപ്പെടുന്നതോടെ ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങളാണ് ഗ്രാമീണ മേഖലകളിൽ സൃഷ്ടിക്കപ്പെടുന്നത്. ഇന്ത്യയിലെ കർഷകർ വെറും ഭക്ഷണം നൽകുന്ന അന്നദാതാക്കൾ എന്നതിലുപരി രാജ്യത്തിന്റെ ഇന്ധനം നൽകുന്ന ഊർജ്ജദാതാക്കൾ ആയി മാറുകയാണ് ഇതിലൂടെ. സ്വന്തം വിഭവങ്ങളും ബുദ്ധിയും ഉപയോഗിച്ച് വിദേശ ആധിപത്യം തകർക്കുന്ന പുതിയ ഭാരതത്തിന്റെ ഐതിഹാസിക വിജയമാണിത്. ന്യൂസ് ഡെസ്ക്.